ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിൽ റിപ്പീറ്റ് കൊണ്ടുവരിക. ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലിപ്പോൾ എങ്ങനെയാണ്? ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ മാത്രം ഇത് കാണുക. പേഷ്യൻസ് വന്നിട്ടുണ്ട്. ലവ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് വാട്ടർ. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി വ്യക്തികളാണെങ്കിലും ഇപ്പോഴൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തുകൊണ്ടുള്ള എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. പേജ് ഓഫ് വാട്ടർ ആണ്. ഒരു കാർഡും കൂടി. പേജ് ഓഫ് എർത്ത്. ക്ലാരിഫിക്കേഷൻ ടാരോ കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ, എനർജി, ഇപ്പോൾ അവരെങ്ങനെയാണ്? ക്യൂൺ ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ. ഇത് ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ദ വീൽ ഓഫ് ഫോർച്യൂൺ. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് പേഷ്യൻസും പിന്നെ ലവ് എന്ന കാർഡുമാണ്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ ലൈഫിലുള്ളത് വ്യക്തികൾ തന്നെയായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വ്യക്തികൾ തന്നെയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലൊരു സ്ട്രോങ് കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് പാസ്റ്റിലാണ്. ഇപ്പം കറൻ്റ്ലി അവർ തമ്മിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് ഇപ്പം അവർ തമ്മിലൊരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബന്ധമുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇവിടെ മാറി നിൽക്കുന്നതായിട്ട്, അതായത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജിയാണ്, സ്വന്തം സോണിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇപ്പം അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റോ തേർഡ് പാർട്ടിയുടെ അടുത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. സ്ലോ മൂവിങ് ആണ് തേർഡ് പാർട്ടിയോട് ഇവർക്കിവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പം വ്യക്തികളല്ല നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിലേക്കും അവർ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലേക്കോ വരുന്ന സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് അവർ കൂടുതലായിട്ടും അടുത്തിട്ടുണ്ടാകാം. സോ അവിടെ ആയിരിക്കാം നിങ്ങളുടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ബന്ധം കാണുന്നില്ല. ഓക്കെ, പ്രശ്നം അവിടെ തന്നെ ഉണ്ടാകാം, പക്ഷെ നിങ്ങളുടെ വ്യക്തി മാറിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ക്ലാരിഫിക്കേഷൻ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് വാട്ടറിന് ഡെവിൾ എനർജിയാണ്, നെഗറ്റീവ് എനർജിയാണ്. ഇവിടെ അവർ തമ്മിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ വളരെയധികം നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പലതും പറഞ്ഞിട്ടായിരിക്കാം. ഇവിടെ ഒരു പലതരത്തിലുള്ള എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഫിസിക്കലി ഒക്കെയുള്ള, അതായത് ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇവരെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്
ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തി ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക് കാണുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ആ ഒരു എനർജിയിൽ ഓക്കെ അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ ഉണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയും ഇവരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ നിൽക്കുന്നില്ല എങ്കിലും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് എനർജി, അതുപോലെ തന്നെ ഇവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവരെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നതിൻ്റെ റീസൺ കൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത്. ഓക്കെ, ഇനിയിപ്പം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെയാണ് ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്കിൽ ഇവിടെ അവർക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അവർക്കതിലൊരു സക്സസ് കിട്ടിയിട്ടുണ്ട്, ഒരു വിക്ടറി അവർക്ക് വന്നിട്ടുണ്ട്. സോ ആ സിറ്റുവേഷൻ അവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വ്യക്തികളല്ലാത്തവർ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സണ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, വ്യക്തികളത് മാത്രമാണ് ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജി ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇവിടെ ഒരു കർമ്മ ലൈഫിലൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഈ ഒരു കർമ്മ ലൈഫും അവർക്ക് എൻഡ് ആയിട്ടുണ്ട്. ആ ഒരു സൈക്കിളും ഇവിടെ എൻഡ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. മേ ബി അതിലൂടെ ആയിരിക്കാം ഇവർ ഈ തേർഡ് പാർട്ടിയെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അത്രയും സ്ട്രോങ് ആയി വന്നിട്ട് അത്രയും സ്നേഹം തന്നിട്ട് ഈ തേർഡ് പാർട്ടിയുടെ കൂടെ, അതായത് വ്യക്തികളായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി, ഓക്കെ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇവർ നിങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി ഇപ്പോൾ ആ തേർഡ് പാർട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൻ്റെ റീസൺ ഇവർക്കൊരു കർമ്മ കിട്ടിയതുകൊണ്ടാണ്. ഓക്കെ, മേ ബി അത് നിങ്ങളോട് ചെയ്തിട്ടുള്ളതിനുള്ള ഫലമായിരിക്കാം, അല്ലെങ്കിൽ അവർ ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും യൂണിവേഴ്സ് ഒരു ആൻസർ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിവാർഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് അവരിവിടെ എടുത്തിട്ടുള്ള എല്ലാ ലെസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും അവർ അങ്ങനെ ഒരു സ്റ്റേജ് കടന്ന് വന്നു. സോ അതിൽ നിന്നാണ് അവർ പാഠങ്ങൾ പഠിച്ച് ഇപ്പോൾ സ്വന്തം സോണിലേക്ക് ഒതുങ്ങിപ്പോയതും അതുപോലെ തന്നെ അവർക്ക് വേറെ എനർജി, അതായത് നിങ്ങളിലേക്കുള്ളൊരു എനർജിയൊക്കെ വരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ എനർജി സ്പ്രെഡ് കാണുന്നില്ല. അത് മാത്രമല്ല ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുമില്ല. സോ അതാണ് ഞാനത് പറയാത്തത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, 6 ഓഫ് വാൻഡ്സ് ആണ്. ഇപ്പം അവരെന്തായാലും ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന കാര്യം ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു ഒരു കർമ്മ ലൈഫ് സൈക്കിൾ അവർക്ക് എൻഡ് ആയിട്ടുണ്ട്. അവർ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നു. സോ അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അത് ഈ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അത് അവർ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അവർ ചെയ്ത കാര്യങ്ങൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നത്, അതുപോലെ ബാക്കോട്ട് ആലോചിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇവർ വിചാരിച്ചതുപോലെയല്ല തേർഡ് പാർട്ടി എന്നുള്ളത് ഇവർക്കിപ്പം നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വ്യക്തി അത്രയും നല്ലതല്ല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെയല്ല എന്നുള്ളത് ഇപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി വന്ന സമയത്ത് ഇവർ നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും കമ്പയർ ചെയ്തിട്ടുണ്ടാകാം. അതിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം അവരെ ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചാലും കെയറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പോവാൻ തോന്നിയത് അവരുടെ കൂടത്തായിരിക്കും. സോ അതുകൊണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംതിങ് തേർഡ് പാർട്ടി ആയിരിക്കും, അതായത് സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് വരുന്ന വ്യക്തികളായിരിക്കാം. സോ എന്താണെങ്കിലും ഇവിടെ അവർ അല്ല ബെറ്റർ, നിങ്ങൾ തന്നെയായിരുന്നു ബെറ്റർ എന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പാസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നതും പാസ്റ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം അവർ വിട്ടു പോകുന്നില്ല, അത് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ അവർ ഈ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക് എനർജി ഉണ്ട്, അതായത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് മാജിക് എനർജി, അതുപോലെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തുക. അതായത് അവർക്ക് എങ്ങനെ ഈ ഒരു വ്യക്തിനെ പിടിച്ചു നിർത്താൻ പറ്റും ആ ഒരു രീതിക്കെല്ലാം അവർ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അട്രാക്ഷൻ്റെ പവർ, അതായത് ആ ഒരു അട്രാക്ഷൻ ഇവരെ എഫക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാതെ അവർ അവരുടെ സോണിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഏതാണ് ശരി എന്നുള്ളത്, അവർക്ക് നല്ല രീതിക്ക് അറിയാം. അത് നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് തേർഡ് പാർട്ടിയിലേക്കല്ല അവർക്കൊരു ചായ്വ് പോകുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇവർ കാണിച്ചാലും
ഈ നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവരിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ആ ഇമോഷൻസ് ഒന്നും അവർ പുറത്ത് കാണിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ബട്ട് അത് അവർ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വ്യക്തികളെ ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവുകയൊക്കെ ആണെങ്കിൽ ഈ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബിക്കോസ് അവർക്ക് ആ സ്നേഹം വിട്ടു പോവരുത് ഒരിക്കലും. ഓക്കെ, അത്രയ്ക്കും എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായിരിക്കും ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അത്രയും സ്ട്രോങ് ആയിട്ടായിരിക്കാം. ഓക്കെ, പക്ഷെങ്കിൽ എന്നിട്ടും ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ കൊണ്ടുപോയതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതായിരിക്കും. ഓക്കെ, ഈ തേർഡ് പാർട്ടീനെ കാണിക്കുന്നതും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലത്തെ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, അതായത് അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ള വ്യക്തികളെയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് വാണ്ട്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. എലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് എൻഡായി പോയിട്ടൊന്നുമില്ല. ഫിനാൻഷ്യലി ഇഷ്യൂസൊക്കെ ഉള്ള വ്യക്തികളാണ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലമായിട്ട് നിൽക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ആ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. അവർക്ക് അതിലൊരു എന്താ പറയുക, ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഒരു വിക്ടറി ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വ്യക്തികളായിട്ട് നിൽക്കുന്നവർ ഇവിടെ മാറിയിട്ടില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എൻഡഡ് അല്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്, അവരുടെ എനർജി വരുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 ഓഫ് വാണ്ട്സ് ആണ്. കൺഫ്യൂഷൻ സ്റ്റേജിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ജഗ്ലിംഗ്, അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ഡിസിഷൻ എടുക്കാൻ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല, ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെയൊക്കെ റീസൺ ഈ തേർഡ് പാർട്ടി ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ്. അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 9 ഓഫ് വാണ്ട്സ് ഇതുപോലെ തന്നെയാണ് പറയുന്നത്. അവർ എലോൺ ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ഒരു സോണിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർ അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല. അവർക്ക് മെയിനായിട്ട് അനങ്ങാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു എനർജി ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.